എക്സാലോജിക് കമ്പനിക്ക് എതിരായ നടപടികൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായി വിജയനെ എങ്ങനെ കൊടുക്കാമെന്ന് മാത്രമാണ് കേസിനു പിന്നിലെ അജണ്ട. കേസുമായി ഹൈക്കോടതിയിൽ പോയ ഷോൺ ജോർജിന് BJP ഭാരവാഹിത്വം നൽകിയത് ഇതിന് പിന്നിൽ ആരെന്നത് വ്യക്തമാക്കുന്നുണ്ട്. നടപടികളെ രാഷ്ട്രീയമായി തന്നെ എതിർക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു. എല്ലാം രാഷ്ട്രീയമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമല്ലോ. സോളന്റെ വർഷത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഓരോരാൾക്കെതിരായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത്. പൊതുവായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നിരവധി വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയുള്ള വഴികളൊന്നും കണ്ടെത്താത്തതുകൊണ്ട് അച്ഛൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് മോളെ പേരിലാണ് വരുന്നതെങ്കിലും അത് അച്ഛനിലേക്ക് എത്താനാണല്ലോ. അത് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനെ രാഷ്ട്രീയമായിട്ട് തന്നെ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, കേസിന്റെ ഭാഗമായിട്ട് ഇനി 4 മാസത്തെയും 8 മാസത്തെയും അന്വേഷണം വരട്ടെ, അപ്പം നമുക്ക് നോക്കാമെന്ന്. നമുക്കിതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ഭയമില്ലാന്ന്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അലക്സ്, പല വഴികളും നോക്കിയിട്ടും മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ കൊടുക്കാൻ ഒരു വഴിയും നടക്കാതെ വന്നപ്പോൾ എടുത്തൊരു വഴി, അതിന് ഏറ്റവും പ്രധാനമായി രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നുള്ളത്, അതിന് തെളിവ് തന്നെയാണ് ഷോൺ ജോർജിന് ഇപ്പോൾ BJPയുടെ ഭാരവാഹിത്വം നൽകിയിരിക്കുന്നതെന്ന് വീണ്ടും പറയുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി. സ്മിത, തീർച്ചയായും ഈ എക്സാലോജിക് വിഷയം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദ ഇടപാടുമായി ബന്ധപ്പെട്ട് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. അവരുടെ നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി ആക്രമിക്കാനുള്ള പദ്ധതിയാണ്, അതിന് വിട്ടു നൽകില്ല, രാഷ്ട്രീയമായി തന്നെ പ്രതിരോധം തീർക്കും, നിയമപരമായി നേരിടുന്നത് അത് ആ വഴിക്ക് തുടരട്ടെ, പക്ഷേ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്നുള്ളത് പാർട്ടിയുടെ നിലപാടാണ്, അതങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അല്പം മുമ്പും ആവർത്തിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പരാതിക്കാരൻ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട പരാതിക്കാരൻ ഷോൺ ജോർജാണ്. ഷോൺ ജോർജിന് BJP അംഗത്വം നൽകിക്കഴിഞ്ഞു. സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്താനുള്ള സംഘപരിവാർ അജണ്ടയാണ് ഇതിനു പിന്നിൽ. നിയമസഭയിൽ BJPയുടെ ജോലിയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതിനു പിന്നിൽ മറ്റു ആരെങ്കിലും വേണോ എന്നുള്ളതിന് തെളിവ് വേണോ എന്നാണ് ഈ ഷോൺ ജോർജിന് അംഗത്വം നൽകിയതിനെ MV ഗോവിന്ദൻ വിമർശിച്ചത്. എക്സാലോജിക് മൈനസ് പിണറായി വിജയൻ എന്നാൽ പിന്നെ മറ്റൊരു കേസുമില്ല, അതായത് എക്സാലോജിക്കിൽ നിന്നും പിണറായി വിജയന്റെ പേര് മാറ്റിയാൽ ആ കേസ് തന്നെ നിൽക്കില്ല എന്ന സ്ഥിതിയാണെന്ന് അദ്ദേഹം വിമർശിക്കുന്നു. കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസിനെതിരെയാണെങ്കിൽ മാത്രം എതിർക്കുക എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്. BJP കേസുകൾ പലതും കൈകാര്യം ചെയ്യുന്ന ഒരു MLA തന്നെയാണ് നിയമസഭയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം മാത്യു കുഴൽനാടനെ ഉദ്ദേശിച്ച മാത്യു കുഴൽനാടനെ ഉന്നമിട്ടാണ് ആ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. BJP കേസുകൾ പലതും കൈകാര്യം ചെയ്യുന്ന ഒരു MLA ആണ് ഈ എക്സാലോജിക് കേസ് നിയമസഭയിൽ നിരന്തരം ഉന്നയിക്കുന്നത്. അത് പിന്നീട് UDF ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, എക്സാലോജിക് കേസ് രാഷ്ട്രീയ പ്രേരിതം, അത് രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് അദ്ദേഹം പറയുന്നു. പിണറായി വിജയൻ എങ്ങനെ കൊടുക്കാം എന്നത് മാത്രമാണ് ഈ കേസിന് പിന്നിലെ കാര്യം. ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആര് വേണമെങ്കിലും അന്വേഷണം നടത്തട്ടെ, അന്വേഷണം നടത്തിയതിനു ശേഷം ബാക്കി പറയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. മകളുടെ പേരിലാണെങ്കിലും അച്ഛനിലേക്ക് എത്താനാണ് ശ്രമം. അത് രാഷ്ട്രീയ കാഴ്ചപ്പാടോട് കൂടിയാണ്. രാഷ്ട്രീയമായും നിയമപരമായും ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദത്തെയും ആ കേസിനെയും നേരിടുമെന്ന് പാർട്ടി സെക്രട്ടറി ഒന്നുകൂടി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. സ്മിത, ശരി. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.